പണ്ടെത്തിര കഞ്ഞി കുടിച്ചതാ എന്തെല്ലാണ് തോന്നന്നെ എനിക്ക് എന്താണ് കൗന്തറ വന്നിട്ട് കാണാൻ പറ്റിയല്ലോ മോളെ. പണ്ട് കഞ്ഞിയെല്ലാം തരുന്നതാ എനിക്ക്. വേറെന്തല്ല എനിക്ക് തോന്നന്നെയാ. എനിക്കിപ്പോ എത്ര വയസ്സായി? 65 വയസ്സായിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? ഇനി രണ്ടു കൊല്ലം മുമ്പ് എന്നോട് 65. ഞാൻ ഇനി 65 എല്ലാ പിന്നെ ലക്ഷ്മിക്കുട്ടി കേൾക്കണേ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ കാവുന്തറ വരുമ്പോ മോന്റെ ഭാര്യ ഗിരിജ പറയുന്ന ഇനി കാവുന്തറ പോയിട്ട് എന്റെ കുറ്റമൊന്നും പാടി നടക്കരുത്. അല്ലേ മോന്റെയോളെ കുറ്റം ഉണ്ടോ നമ്മൾ പാടി നടക്കുന്നു. എന്റെ മോന്റെയോളെ കുറ്റം പാടി നടക്കുന്ന ഒരുപാട് പറയുന്നുണ്ട്. ഓള് രാവിലെ കുറ്റം മോന്റെയോളെ കുറ്റം പറയുന്നല്ലേ. രാവിലെ എണീക്കുക 9 മണിക്ക കഞ്ഞിക്കലം തേച്ച് 1 മിനിറ്റ് അടിക്കിട്ട് ഉളങ്ങ് പോകും. ടീച്ചറല്ല നോക്ക് കണ്ടാ വിചാരിക്കും കാലത്തറ തോറ്റ പിള്ളേരെ പഠിപ്പിക്കാനാ പോകുന്നത്. മോന്റെയോളെ കുറ്റം പറയുന്നല്ലേ മളെ ഇനി കേൾക്കണം. 2 ദിവസം മുമ്പേ ചോറിന്റെ കൂടെ ഒരു അയില പൊരിച്ചിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്നു. പൊരിച്ച അയില എമ്മൽ ഒരൊറ്റ വര ഗിരിജ കൊണ്ടുവന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ മോളെ 2-3 വര വരഞ്ഞിട്ടുണ്ട്, മുളോ മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കൂലേ എന്ന് ഞാൻ ഗിരിജ എന്നോട് പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് ഒരു അയില പൊരിച്ച് കൊണ്ടുവന്ന് ഒരയില എമ്മൽ 150 വര. പേടിപ്പിക്കുന്നുള്ള പണി തീർത്തും ഞാൻ എടുക്കണം മോളെ. ഉരന്നൊരു പോളക്കല ഞാൻ എന്തെന്നാ വേണ്ടേ, എന്തെന്നാ മനെ ചെയ്യണ്ടേ? അല്ല ജാനോട് നിങ്ങളെ മോളല്ലേ ശോഭ? എന്റെ മോള് ശോഭാന്റെ മനെ. ശോഭേനെ കെട്ടിച്ചുവിട്ട് കൊടുത്തെന്താ ശരി? ശോഭനെ കെട്ടിച്ചെടുത്തിട്ട് നല്ല പരമ സുഖം. ഓക്കെ ഒരു പണി എടുക്കട്ടെ, എല്ലാം മയ്യമ്മങ്ങെടുക്കും. ഒരുപാട് കാര്യം പറയാണ്ട് ഇങ്ങനെ ആ സുമതിയായി കണ്ടല്ല മല ഒരുപാട് കാര്യം ജാനടുത്തിനെ കാണാൻ വേണ്ടിട്ടാണ് ഇവരെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്. വലിയ സന്തോഷം മക്കളെ, വലിയ സന്തോഷം. പിടിക്കാനെ കയ്യെല്ലാം പിടിച്ചേ അങ്ങ് മെല്ലെ വന്നാ മതി. സുമതി ആണ് കേവലേ ഒരുപാട് കാര്യം പറയാ. ജാനടുത്ത് മെല്ലെ കയറി വീഴല്ലേ, വീഴെടുത്ത് വീഴുന്നല്ല മോന്റെയോളെ സന്തോഷം കാണുവാനാവില്ല. അതാ എന്റെ അമ്മ. എന്തായാലും ഈ ഒരു പരിപാടിക്ക് ഇവിടെ വരുവാനും നിങ്ങളെല്ലാം കാണുവാനും പറ്റിയ എന്നെ വലിയ ഭാഗ്യം. എന്നാലില്ലേ പാട്ടിട്ടായിക്കണ്ട ഒരു നല്ലൊരു കയ്യടി അങ്ങനെ. അത് ജാനുവടുത്തേക്ക് ഈ ഒരു കയ്യടി മതിയോ? ഈ ഒരു പ്രായത്തിലും എന്ത് ഗംഭീര